ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ലോഗായിട്ടാണ് കേട്ടോ. ഇതൊരു പാർക്കാണ്, അഖിലാഞ്ജലി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നമ്മളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇത് വാരനാടാണ് സ്ഥലം വരുന്നത്, ചേർത്തല വാരനാട്. നമ്മൾ ഓൾറെഡി 2-3 പ്രാവശ്യം ഈ പാർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. പിള്ളേരൊക്കെ ആയിട്ട് നമുക്ക് കുറേ സമയം ഇതിൽ ചിലവഴിക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുറേ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളും സ്വിമ്മിംഗ് പൂള്, അങ്ങനെ എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ കുളം പോലെയുണ്ട്. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കളർ മീനുകളൊക്കെ ഉണ്ട്. നിറയെ മീനാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ഇവർ എല്ലാം കൂടെ ഓടി വന്ന് കഴിക്കുകയൊക്കെ ചെയ്യുവേ. ഇതിൻ്റെ അകത്ത് ഫുള്ള് റൈഡുകളാണ്. ഇവർ ഫസ്റ്റ് തന്നെ വന്നപ്പോഴത്തേക്ക് ഓടി ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കളിക്കാനായിട്ട്. ഇതിൽ കയറിയിട്ട് ജാനിയും ദേവും ആദ്യമൊക്കെ കൂടി നല്ല കളിയായിരുന്നേ. ഇവർക്കുണ്ടല്ലോ ഈ സംഭവത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, കൂട്ടിയിടിച്ച് വീഴുമോ എന്ന് ഓർത്തിട്ട്. അവളാണെങ്കിൽ അവന്മാരുടെ കൂട്ടത്തിൽ കിടന്ന് ഭയങ്കര ഓട്ടമാണ്. അങ്ങനെ കുറേ സമയം അവർ അതിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും കുറേ ഊഞ്ഞാലുകളുണ്ട്. അപ്പോൾ ഞാനും അനിയത്തിയായിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അവന്മാർ അവിടെ സൈക്കിൾ വിട്ടാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ സമയം ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു. ആ സൈഡിലായിട്ട് കാണുന്ന ഡ്രാഗൺ ഉണ്ടല്ലോ, അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അനങ്ങിക്കൊണ്ടിരിക്കുവോ. ജാനിക്കാണെങ്കിൽ ആ സൈഡിലോട്ട് പോയിട്ട് ഭയങ്കര പേടിയായിരുന്നേ. അത് കടിക്കുമോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പുറത്തേക്ക് തന്നെ പോകുന്നേ. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ ആൾക്കാർക്കും ഇരുന്ന് ആടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് സമയം അതിലിരുന്ന് ആടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിനെന്താ പേര് പറയണതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെവിടെ പോയാലും യുവന്മാരുടെ മെയിൻ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് കയറലാണ് പരിപാടി. നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഇതുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വ്ലോഗൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇവർ കിടന്ന് കളിക്കുന്ന നല്ല കളിയായിരുന്നേ. ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കയറിയിട്ട് കളിക്കാനായിട്ട്. ഇത് പിന്നെ സേഫാണ്, അങ്ങനെ വീണാലൊന്നും പറ്റത്തൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ അത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിള്ളേർ അതിൽ ഒത്തിരി ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അതിലൊത്തിരി സമയം കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനി ആ റൈഡിലൊക്കെ കയറി. ഇവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം പോസ്റ്റായി, എന്നാലും കുഴപ്പമില്ല. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണല്ലോ. ഞങ്ങൾ മിക്കപ്പോഴും വരാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയാണ്, ഒത്തിരി ദൂരവും കാര്യങ്ങളൊന്നുമില്ല. ഇത് ശരിക്കും ഓപ്പൺ വരുന്നത് ഈവനിങ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ കൊടുത്തേക്കാം. നമ്മളിത് ഇടദിവസമായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കളിക്കാനായിട്ട്. വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനും എടുക്കാനൊക്കെ നടന്നായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഒരു ദിവസം വന്നത് സൺഡേ ആയിരുന്നു കേട്ടോ. അന്ന് വന്നിട്ട് ഫുള്ള് തിരക്കായിരുന്നു. നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡത്തിനനുസരിച്ച് നടക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നേരത്തെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സുഖമായിട്ട് ഓടി നടന്ന് കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ടൈമിന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാം. ജാനി അടുത്ത് ഓടി കയറിയിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ അകത്തായിരുന്നു കേട്ടോ. ഇത് എനിക്ക് കയറിയിട്ട് ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു, വല്ല തലകറങ്ങോ വല്ലതും ചെയ്താലോ എന്ന് ഓർത്തിട്ട്. അവൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പേടിയില്ല. എല്ലാ റൈഡിലും ഓടി നടന്ന് കയറലാണ് ആളുടെ പരിപാടി. പുള്ളിക്കാരിയോട് നമ്മൾ തലകറങ്ങുന്നെന്ന് പറഞ്ഞാലൊന്നും പുള്ളിക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതില്ല. പക്ഷെ കുറച്ച് സമയം കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആള് തലകറക്കാൻ തുടങ്ങി. പിന്നെ ഓടി വന്ന് ഊഞ്ഞാലെ കയറി ഊഞ്ഞാലാടാൻ തുടങ്ങി. പിന്നെ അവന്മാർ രണ്ടുപേരും കൂടി സെപ്പറേറ്റ് ആട്ടോ കളിക്കുന്നത്. ഇയാളങ്ങനെ കൂട്ടത്തൊന്നുമില്ല. അവർക്ക് സെപ്പറേറ്റ് കളിയും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി ഞങ്ങളുടെ പുറകെ നടക്കുമായിരുന്നു കേട്ടോ. അതുമേ കയറ്റി കൊടുക്കുക, ഇതുമേ കയറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങി നിൽക്കൂല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്ത് സൈക്കിളുണ്ട്. സൈക്കിളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഓട്ടമായി. പിന്നെ വീണാലൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും പറ്റത്തില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ പുറകെ ഓടാനും പിടിക്കാനൊന്നും നിന്നില്ല. അവളുടെ വഴിക്ക് വിട്ടിരുന്നു. അപ്പോൾ ദേവ് സൈക്കിൾ എടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ഓടിച്ചെന്ന് അവളും എടുത്ത് ഒരു ചെറിയ സൈക്കിള്. അപ്പം 3 ആളും കൂടെ സൈക്കിൾ ഒരാൾ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ 3 ആൾക്കും അത് തന്നെയാണ് ആവശ്യം. എല്ലായിടത്തും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ സൈക്കിളൊക്കെ എടുത്തിട്ട് ദേവ് പതുക്കെ ചവിട്ടാൻ തുടങ്ങി. പെണ്ണിന് അങ്ങനെ സൈക്കിൾ ചവിട്ടാനൊന്നും അറിയത്തില്ല. ബാക്കിൽ സപ്പോർട്ട് വീൽ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇനി വീണാലോ എന്ന് പേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തേക്ക്. പക്ഷെ അവന്മാർ ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടുന്ന കാരണം പുള്ളിക്ക് ഞങ്ങൾ പിടിക്കണ്ട, അത് ഭയങ്കര നാണക്കേട് പോലെയാണ്. ഒറ്റയ്ക്ക് ചവിട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് ചവിട്ടുവാണേ. ഭയങ്കര സന്തോഷമായിരുന്നു 3 ആൾക്കും എന്തായാലും. അപ്പം ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ വരാറുണ്ട്. അടിപൊളിയാണ് സംഭവം. ഒത്തിരി റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നവും ഇല്ല. സൈക്കിളേ ഓട്ടാൻ പറ്റുന്നില്ല. അപ്പതേ ആള് തള്ളിക്കൊണ്ട് ഓടുവാണ് കേട്ടോ. ഓരോ കുരുത്തക്കേടാണ്, ഒരു രക്ഷയില്ല. ജാനിയാണെങ്കിൽ ഭയങ്കര സാധനം കേട്ടോ. അമ്മമാര് ഫ്രണ്ടേ സൈക്കിളിൽ പോയതിന് ഭയങ്കര കുശുമ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ചവിട്ടാൻ പറ്റുന്നില്ലല്ലോ.
അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടാനും പറ്റുന്നില്ല, അവന്മാരങ്ങോട്ട് പോവുകയും ചെയ്ത്. പിന്നെ ഞങ്ങൾ സോപ്പിട്ടുകൊണ്ടിരിക്കുക, വേഗം ചവിട്ടി തള്ളിത്താന്ന് പറഞ്ഞുകൊണ്ട്. ചെരുപ്പൊക്കെ ഊരി ആൾ സൈക്കിളിൻ്റെ കൊട്ടയിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്പീഡിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ കിടക്കുന്നവരുണ്ട്. നമുക്ക് പേടിയാണ് ഇങ്ങനെ പുറകെ നടന്നില്ല എന്നുണ്ടെങ്കിൽ. അവൾ കുറച്ചുകൂടി ചെറുതാണല്ലോ, വീഡിയോ എന്നുള്ള ടെൻഷനാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് അങ്ങനെയൊന്നുമല്ല, അവരുടെ ഒപ്പം എത്തണമെന്നുള്ളൊരു മൈൻഡാണ് ആൾക്ക്. പിന്നെ അവിടെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ചെയ്യുകയൊക്കെ ചെയ്യാം. ദൈവമാണെങ്കിൽ അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സൈക്കിളാ മറ്റേ എടുത്ത് ചവിട്ടുന്നത്. അവനാണെങ്കിൽ കാലിന് പൊക്കമുള്ളത് കാരണം ചവിട്ടാനും കൂടെ പറ്റുന്നില്ല. എന്നിട്ട് ഒരു കണക്കിന് അതിൻ്റെ പുറത്തുകൂടെ ചവിട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവർ ഭയങ്കര സൈക്കിൾ റൈഡാണ്, 3 ആളും കൂടി കറങ്ങി നടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നു. കുറച്ച് നമുക്ക് കയറാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു രാത്രി ആകുമ്പോഴാണ് ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. വീഡിയോ എടുക്കാനും ഒക്കെ സൂപ്പറാണ്. ഒരാൾക്കത് ചവിട്ടാൻ പറ്റാഞ്ഞിട്ട് തള്ളിക്കൊണ്ട് ഓടാൻ നോക്കിക്കേ. അവന്മാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ആക്ച്വലി സൈക്കിൾ ചവിട്ടാനൊന്നും അറിയത്തില്ല. തള്ളിക്കൊണ്ട് ഓടുവാണ് അവന്മാരുടെ പുറകെ എത്താൻ വേണ്ടിയിട്ട്. അവന്മാരാണെങ്കിൽ തിരിഞ്ഞും കൂടെ നോക്കുന്നില്ല. പാർക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവളെ മൈൻഡൊന്നും ആക്കത്തില്ല. ഈ ഒരു സാധനം കണ്ടോ, കുട്ടിപ്പാണ്ടയുടെ, അത് നല്ല രസമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആള് ഫില്ലാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഓടിക്കത്തുള്ളേ. നമ്മളപ്പോൾ അത്രയും ആൾക്കാർ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ അതിൽ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ച ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിന് ചുറ്റും 2-3 വട്ടം കറക്കിയിട്ട് വരും. നല്ല രസമാണത് സംഭവം. പുള്ളിക്കാരിക്ക് സൈക്കിള് ചവിട്ടൽ മതിയാക്കി. അവന്മാരുടെ ഒപ്പം എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ വന്നിട്ട് അടുത്ത റൈഡിൽ കയറാൻ തുടങ്ങി കേട്ടോ. ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ്. ദേവുവിന് ഞങ്ങൾ പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്, ദേവുവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഫോട്ടോ എടുക്കാനായിട്ട്. അവൻ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ഒന്നിലും നിൽക്കാറില്ല കേട്ടോ. പുള്ളിക്ക് അതൊക്കെ എന്തോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ്. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് പോലും പുള്ളി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ എടുത്ത് വയ്ക്കുമായിരുന്നേ. അങ്ങനെ ഹരിച്ചേട്ടൻ ദേ ഇരുന്ന് ഊഞ്ഞാലാടുന്നത് മേലിരുന്നിട്ട്. അവന്മാരിതേ പിന്നെയും ചെന്ന് അതിൻ്റെ പുറത്തേക്ക് പടച്ച് കയറി. ഇതാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. പക്ഷെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര പേടി തോന്നുകയും, ദൈവം അത്യാവശ്യം വലുതാണല്ലോ, അവൻ കയറി ചവിട്ടുമ്പോഴത്തേക്കും അവൻ്റെ വെയിറ്റ് വന്നിട്ട് ഇവർ രണ്ടുപേരും ബലൂണ് പോലെ പൊങ്ങി പോകുമായിരുന്നു കേട്ടോ. നല്ല രസമാണ്, അവർക്ക് രസമാണ്. പക്ഷെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, വീഴുമോ എന്നുള്ളത്. വീണാലും ഒന്നും പറ്റത്തൊന്നുമില്ല സാധനം. പക്ഷെ ഇവന്മാർ കൂട്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ തലയെല്ലാം ഇടിച്ചിട്ട് ആകെ നാശമാവുമല്ലോ. 3 പേരും 3 ഏജ് ആയത് കാരണം ഇടിയൊന്നും ഉണ്ടാവില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ 3 പേരും കൂടെ മുട്ടൻ ഇടിയാണ്, അത് വേറെ കാര്യം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ ഒത്തിരി ടയേർഡായിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. അവിടെ കുറച്ച് ആ ഏരിയ ഉള്ളെങ്കിലും ഉള്ളത്രയും നല്ല സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ അകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീനുണ്ടെന്ന്. നിറയെ മീനാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഓടി വരും ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക്. നല്ല രസമാണ് ഇപ്പോൾ കാണാനായിട്ട്. അവിടെയൊക്കെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിത് ആ റെസ്റ്റോറൻറ്റിലോട്ട് വരുവാണേ. നല്ല രസമാണ് കാണാനായിട്ട് തന്നെ. അപ്പോൾ പിള്ളങ്ങളെ എല്ലാത്തിനെയും കൂടെ പെറുക്കി കെട്ടിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ. ഇവർ ഓരോ സാധനം അത് വേണം ഇത് വേണം എന്നൊക്കെ ഇപ്പോഴേ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക പുറത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പുറത്തിരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ അകത്ത് ഫാനൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടൈം ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് പോയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒന്ന് ഇരിക്കാനുള്ള ഇതുപോലും ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇട ദിവസമാണല്ലോ വന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാരാണെങ്കിൽ ഓരോ ഐറ്റംസ് കാണുമ്പോഴത്തേക്കും അത് മതി ഇയാൾക്ക് അത് മതി, ഇരിക്കാൻ വരെ ഇടിയാ. 3 പേർക്കും കൂടെ ഒരുമിച്ച് ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, ഇന്ന ആളുടെ അടുത്ത് ഇരിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ദേ തല്ലി പിടിക്കണ നോക്കിക്കേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുങ്ങളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ അവന്മാർ 2 പേരും കൂടെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. അപ്പോൾ അവൾക്കും അവിടെ ഇരിക്കണം. പിന്നെ അവിടെ നിന്ന് മാറി ഇപ്പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെയാണ് 3 എണ്ണത്തിനെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടിയും ബഹളവും ഒരു രക്ഷയുണ്ടാവൂല. നിങ്ങളുടെ വീട്ടിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കരച്ചിലായി ലാസ്റ്റ്. ഞങ്ങളിത് ലാസ്റ്റത്തെ അടവാണ് കരച്ചിൽ. ഇനി ഇതാ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇനി അവന്മാരുടെ അടുത്ത് പോയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആള്. ആദ്യക്കുട്ടിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊജീറ്റയാണ് കേട്ടോ. അപ്പോൾ അവനത് ഓൾറെഡി ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനിക്കാണെങ്കിൽ ഐസ്ക്രീം വേണം. അവൾക്ക് ഓൾറെഡി പനിയായിട്ട് ഇരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അതിൽ ഓൾറെഡി ഐസ് ഇട്ടിട്ടുണ്ട്. ഐസ് ഇട്ടത് കൊണ്ട് ഞങ്ങളത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം.
പുള്ളിക്കാരനത് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും മൈൻഡാക്കുന്ന പോലും ഇല്ല കേട്ടോ. ദൈവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. അവനതാണ് ഇഷ്ടം. അതിൽ ഐസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവനും ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടാളും അത് കുടിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ജാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. ആദ്യം ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവളാണെങ്കിൽ ഭയങ്കര സാധനമാണ്. അത് അവൾക്ക് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് പിന്നെ അവൾ ആരെ കൊണ്ടും അതിൽ എടുപ്പിക്കില്ല. അവന്മാർ കൈയിട്ടപ്പോഴത്തേക്കും മുഖം അങ്ങോട്ട് മാറി ദേഷ്യം പിടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു കണക്കിന് സോപ്പിട്ട് ആക്കിയിട്ടൊന്നും രക്ഷയില്ല കേട്ടോ. അവന്മാരെ എടുക്കുമ്പോഴത്തേക്കും പുള്ളി കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ക്യാരക്ടറാണ് ജാനി. ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സോസ് മുക്കിയിട്ട് കഴിക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ എന്നാലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് മാത്രമല്ല കേട്ടോ, അവർക്ക് 3 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അത് കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ തൊട്ട് നോക്കിയേ. അപ്പം അതിൽ തണുപ്പില്ല. അപ്പോൾ എനിക്ക് തണുപ്പില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നഗറ്റ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വൈറ്റ് സോസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മളുടെ ബ്രദറും സിസ്റ്ററും ആണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ചൂടുള്ള കട്ട്ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഇതവർ അവിടെ ഡയറക്റ്റ് കുക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് വാ പൊള്ളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേവക്കുട്ടൻ എന്താ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു? ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അവന് ഭയങ്കര ഇഷ്ടമാണ് ബർഗർ. ചിക്കൻ ബർഗർ ആയിരുന്നു അത്. അപ്പോൾ അവന് മാത്രമായിട്ടാണ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദിക്ക് ബർഗർ വേണ്ട, ജാനിക്കും വേണ്ട. അവർക്ക് 2 പേർക്കും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അവരത് കഴിച്ചു. ദൈവമാണെങ്കിൽ ബർഗർ കൊതിയനാണ് ഭയങ്കര. ദൈവന് ബർഗർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കണ്ടോ പ്ലേറ്റിൽ വെജീസ് എല്ലാം എടുത്ത് മാറ്റി വെക്കും കേട്ടോ. അത് ആദ്യമാണ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ അതൊന്നും കഴിക്കത്തില്ല. അവന് വെജിറ്റബിൾസ് ഭയങ്കര അലർജിയാണ്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിക്കനും ബർഗറും മാത്രമാണ് ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ആതിരയും കൂടെ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇവന്മാർ വീണ്ടും സൈക്കിളിൻ്റെ പുറത്ത് കയറി. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാനിക്കും ദൈവനും പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണു ആദ്യം കൂടെയാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അവർ ഓൾറെഡി ടിക്കറ്റ് ഇതും എടുത്തിട്ടുണ്ടായിരുന്നു, പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേവനോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവു ദേഷ്യം പിടിച്ച് മുഖമൊക്കെ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യവും ബാത്റൂമും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ അവർ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. ഞങ്ങൾ അവിടെ സൈഡിൽ ചെയറിൽ പോയി ഇരുന്നു കേട്ടോ. അവർ രണ്ടും കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. ദേവുവിന് പനിയായതുകൊണ്ടാട്ടോ അവനെ ഇറക്കാതിരുന്നത്. അവന് ദേഷ്യം വന്നിട്ട് പാടില്ല. നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഇറങ്ങുന്നതിന്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ നിന്ന് തരുന്ന ഡ്രസ്സ് വേണം നമ്മൾ ഇടാനായിട്ട്. അല്ലാണ്ട് നമ്മൾ വെള്ളത്തിൽ ഇവർ ഇറക്കത്തില്ല. വേറെ ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട്. ആദ്യക്കൂട്ടം കളിക്കുന്നതായിട്ട് ദേവുവിനാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. അവനെ ഇറക്കാത്തതിൻ്റെ ആ ഒരു ഇതിലാണ് മോഹമൊക്കെ കയറ്റി അവിടെ ഇരിക്കുകയാണ് കേട്ടോ കക്ഷി. അപ്പോൾ ആദ്യക്കുഞ്ഞിന് നീന്താനൊന്നും അറിയത്തില്ല. അപ്പോൾ വിഷ്ണു പിടിച്ചിട്ട് പതുക്കെ പതുക്കെ നീന്തുവാണ് ആൾ ചെയ്യുന്നത് കേട്ടോ. അവിടെ ആ സൈഡിൽ അത്യാവശ്യം ആഴോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പിള്ളേർ കൂടുതൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് കളിക്കുന്നത്. അവിടെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 2-3 ഫാമിലീസ് അപ്പുറം ഉണ്ട്. നമ്മൾ കുളിച്ചിട്ടൊക്കെ വേണം കേട്ടോ ഇതിൻ്റെ അകത്ത് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ ബാത്റൂമിൽ കയറി കുളിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യക്കുട്ടനാണെങ്കിൽ നല്ല കളിയാണ് കേട്ടോ. ചെവിയിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അവൻ്റെ തല ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ച സമയത്ത്. ഇനിയിപ്പോൾ ഞങ്ങളിതാ ജാനിയും ഞാനും ആതിരയും കൂടി അവിടെ മാറി ഇരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ കരച്ചിലായി വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. ജാനിക്ക് പനിയായതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടാണെങ്കിൽ ഭയങ്കര വെള്ളത്തിൽ കളിയായിരുന്നു കേട്ടോ. പോയിട്ട് വന്ന് ഞങ്ങൾ 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ ഇറക്കാതിരുന്നത്. അവൾ ദേഷ്യം പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട്. നല്ല രസമാണ് കേട്ടോ. രാത്രി ആയല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അയാൾ നല്ല നീന്തലായിരുന്നു കേട്ടോ കിടന്നിട്ട്. ദേവൂസിനാണെങ്കിൽ ഇറങ്ങാഞ്ഞിട്ട് പറ്റുന്നില്ലേ. പതുക്കെ 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 ഇച്ചിരിച്ച വന്ന് ഇറങ്ങും, പിന്നെ കയറും. ചുറ്റും ചുറ്റും കറങ്ങി കറങ്ങി നടക്കുകയാണ്. ഞങ്ങളുടെ മൈൻഡ് എങ്ങാനും മാറിയാലൊന്ന് ഇറങ്ങാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ആദ്യക്കുട്ടിന് കൊട്ടാമ്പറം കയറും പോലെ വിഷ്ണുവിൻ്റെ മുതുകത്ത് കയറിയിരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പിയാണ് വെള്ളത്തിൽ ഇറക്കിയത് കൊണ്ട് തന്നെ. ഇപ്പോൾ 2 ദിവസത്തേക്ക് പനിയായിരിക്കും ആൾക്ക്.
അവൻ വിഷമിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അവൻ വെള്ളത്തിൽ നിന്ന് നേരെ മേളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അല്ലെന്ന് തോന്നുന്നു. അപ്പം ദേവക്കുട്ടൻ പതുക്കെ നൈസായിട്ട് പോയി ജീൻസൊക്കെ ഊരി നിക്കർ മാത്രം ഇട്ടുകൊണ്ട് വന്ന് കാലൊക്കെ മുക്കി. ആദ്യം കാല് മാത്രം മുക്കി കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പം നോക്കിയപ്പോഴത്തേക്കും പകുതി ഭാഗവും നനഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ഷി പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അയാളാണെങ്കിൽ ഫുള്ള് നല്ല നീന്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജാനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് പാടില്ലേ, എന്നെ ഇറക്കം എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ശരിയാക്കുമായിരുന്നു കേട്ടോ അവള്. പിന്നെ സഹി കെട്ടിട്ട് ഹരിച്ചേട്ടൻ പിന്നെ അവളെ ലാസ്റ്റ് കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കളിയാണ്. ആളിതാ വെള്ളത്തിൽ കിടന്ന് തുള്ളി മറിയുവാണ്. ആ ഉടുപ്പ് മുഴുവനും നനഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാടെന്ന് വെച്ചാൽ അവള് പിന്നെ കയറത്തില്ല. പിന്നെ ഇവര് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും വന്ന് ഈ സാധനത്തിൽ തന്നെ കയറി കളിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് നോക്കണം കേട്ടോ. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. വലിയ ഒച്ചയും ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.